ഇന്ത്യയിലെ ഗോവയിലെ ബാർഡോസിലെ ഒരു കടൽത്തീരം പട്ടണമാണ് ബാഗ. തെക്ക് 2 കിലോമീറ്റർ അകലെയുള്ള കാലൻഹുഡിലെ അധികാര പരിധിയിലാണ് ഇത് വരുന്നത്. പ്രശസ്ത ബീച്ചിൻ്റെയും ബാഗ ക്രീക്കിനും പേര് കേട്ടതാണ് ബാഗ. പ്രതിവർഷം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ബാഗ ബീച്ച് സന്ദർശിക്കുന്നു. വടക്കൻ ഗോവയിലെ ഒരു പ്രശസ്തമായ ബീച്ചും ടൂറിസ്റ്റ് കേന്ദ്രവുമായ ബാഗ ബീച്ചിൻ്റെ വടക്കേ അറ്റത്താണ് ബാഗ സ്ഥിതി ചെയ്യുന്നത്. സിൽക്ക് കടൽ തീരത്ത് കുടിലുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും നിരകൾ അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന വേലിയേറ്റത്തിൽ കടൽ തീരം ഇടുങ്ങിയതാണ്. ബീച്ചിൻ്റെ വടക്കേ അറ്റത്ത് അറബിക്കടലിൽ പതിക്കുന്ന ബാഗ ക്രീക്കിൻ്റെ പേരിലാണ് ഈ ബീച്ച് നൽകിയിരിക്കുന്നത്. ബീച്ചിൻ്റെ വടക്കേ അറ്റത്താണ് ബാഗ സ്ഥിതി ചെയ്യുന്നത്. അത് സിൻക്വാരിയിൽ നിന്ന് ആരംഭിച്ച് ഡോമിൽ നിന്ന് കാലൻഹുഡിലേക്കും തുടർന്ന് ബാഗയിലേക്കും നയിക്കുന്നു. വടക്കൻ ഗോവയാണോ തെക്കൻ ഗോവയാണോ ഏറ്റവും നല്ലത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വടക്കൻ ഗോവയിലെ ഊർജ്ജസ്വലമായ പാർട്ടി രംഗങ്ങളും രാത്രി ജീവിതവും മയക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് രാത്രി മുഴുവൻ നൃത്തം ചെയ്യാൻ കഴിയുന്ന ബാറുകൾ, ക്ലബ്ബുകൾ, ബീച്ചുകൾ, ഷാക്കുകൾ തുടങ്ങിയ സമൃദ്ധി ഇവിടെയുണ്ട്. ആളുകളുമായി ഇടപഴകാനും ഊർജ്ജസ്വലമായ അന്തരീക്ഷം ആസ്വദിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നോർത്ത് ഗോവ നിങ്ങൾക്ക് ഒരു വലിയൊരു ലൊക്കേഷനാണ്. വടക്കൻ ഗോവയിലെ കാലൻഹുഡ്, ബാഗ, അജുന തുടങ്ങിയ ബീച്ചുകൾ തിരക്കേറിയ ബീച്ചുകളാണ്. ഈ ബീച്ചുകൾ വൈവിധ്യമാർന്ന വാട്ടർ സ്പോർട്സ്, കടൽത്തീര പ്രവർത്തനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, സ്റ്റോറുകൾ എന്നിവ ഉണ്ട്.
മനോഹരമാണ് ബാഗ ബീച്ച്. ബാഗ ബീച്ചിൻ്റെ തീരങ്ങളിൽ നിങ്ങളിങ്ങനെ കാണുന്നത് സൂര്യാസ്തമയ സമയത്ത് സൂര്യൻ്റെ അസ്തമയം കാണാൻ ഇങ്ങനെ ഒരുപാട് കസേലയിൽ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. ആ കസേലയിലൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റും. അതിനുള്ള റേറ്റ് ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമാണ് ബാഗ ബീച്ച്. ഇതാ കണ്ട, ഇവിടെ കണ്ട ഒരു വൃത്താകൃതിയിലാണ് ഇതിൻ്റെ ഇങ്ങനെ കടൽ. അതുകൂടാതെ തന്നെ പിന്നെ അതാ അവിടെയുണ്ട്. പക്ഷേ ഇതാ ഇവിടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തളം കെട്ടിയിട്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബീച്ചിൽ വെള്ളം കുറേ കൂടുതൽ വരികയാണെങ്കിൽ അതെങ്ങനെ ഇവിടുത്തം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതിപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് വെള്ളം. എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്തുനിന്ന് തിരകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിട്ട് വരുന്ന എൻട്രൻസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ തന്നെ കുളിയെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കാരണം ഇതാ ഇങ്ങോട്ടൊന്നും ആൾക്കാർ തീരെയില്ല. കുറേ കൂടി അങ്ങ് അകലെ ഈ ബീച്ച് കണ്ട കുറേ ദൂരം അങ്ങ് അകലേക്ക് വരെയുണ്ട്. വളരെ ദൂരം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെല്ലാം കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാ ബാഗ ബീച്ചിൽ കുറേ കാക്കകളൊക്കെ ഉണ്ട്, അരിമണികൾ. ഇതാ ഒരു പ്രാവുണ്ട്. ഇതാ അവിടെയൊക്കെ ചതുർപ്പ് നിലം പോലെയുള്ളത്. ഇതാണ് ബാഗ ബീച്ച്, ഗോവയിലാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ 3 നായ്ക്കളുണ്ട്, നമ്മളെ വാലാട്ടികളുണ്ട്. ഒരു മിനിറ്റ്, വാലാട്ടികളുണ്ട്. ഇതാ ആ വാലാട്ടികളെ നോക്കിക്കൊണ്ട് അങ്ങൊരു വാലാട്ടി ഇരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇവനെ ഭയന്നിട്ടായിരിക്കാം. അപ്പോൾ ജൂജി എനിക്ക് കാണിച്ചു തന്നു ഇത് എന്താണെന്നറിയില്ല. നോക്കാം. ഇത് സ്വിമ്മിങ് ഇതാ സ്വിമ്മിങ്ങിന് നിരോധിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോവാത്തത്. അതുകൊണ്ടാണ് എല്ലാവരും ആ ഭാഗങ്ങളിലേക്ക് മാത്രം വന്നിരിക്കുന്നത്. അത് ശരിയാണ്. ഞാൻ നേരത്തെ ചോദിക്കുന്നത് ഇതെന്താ ഒരു ഭാഗത്തിൽ മാത്രം സ്വിമ്മിങ്, ആ ഭാഗത്ത് സ്വിമ്മിങ് ഇല്ല. കാരണം അത് പെട്ടെന്ന് നേരത്തെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ കയറി വരുന്നത് കണ്ടായിരുന്നു. ഇതാ ഇവിടെയൊക്കെ ഇല്ല, ഇവിടെയും ഇല്ല. സ്വിമ്മിങ്ങിന് നോട്ട് പ്രൊവൈഡഡ് ആണ്. അപ്പോൾ സ്വിമ്മിങ് ഉള്ളത് അത് ആ ഭാഗങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതാ നീന്തിക്കൊണ്ടേ ഇരിക്കുന്നത്. കുറേ ആൾക്കാർ നായിനെ കുളിപ്പിക്കാനൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഞാൻ ഇങ്ങ് എത്തിപ്പോയല്ലോ. ബാഗ ബീച്ചിൽ നല്ല പാട്ടെല്ലാം വെച്ചിപ്പോൾ ഇപ്പം തന്നെ 5 മണിയാകാനായി, 4:30 5:30 ആയിട്ടും നല്ല വെയിലുണ്ട്. ബാഗ ബീച്ചിൻ്റെ ഒരു ബോൾ വന്ന് നമ്മളെ മേത്ത്, പക്ഷേ ആ ബോൾ അങ്ങനെ മേത്തൊന്നും പതിക്കാൻ. ഇവിടെ എന്തോ മീറ്റിംഗ് എന്തോ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പന്തിനെ കൊണ്ട് എറിഞ്ഞ് കളിക്കുന്നവരെ കാണാം, ഫോട്ടോ എടുക്കുന്നവരെ കാണാം, മണ്ണ് മാന്തി കളിക്കുന്നവരെ കാണാം. അങ്ങനെ പാട്ടൊക്കെ വെച്ചു. ഇവിടെ എന്തോ വൈകുന്നേരം ഡിന്നർ എന്തോ ഉണ്ട് തോന്നുന്നു. എല്ലാം കസേരയൊക്കെ കേന്ദ്രീകരിച്ച് ഉണ്ട്. ബാഗ ബീച്ചിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാഗ ഇവിടെ ഒരു ചെറിയൊരു പോണ്ടിൽ കുറേ ആൾ നീന്തി കളിക്കുന്നുണ്ട്. ഇതാ ബാഗ ബീച്ചിൻ്റെ മൊത്തം സൗന്ദര്യം. ഹായ് സൂര്യനെ. ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോട്ടോ എടുത്ത് തരാം. നമ്മൾ കേരളത്തിൽ അയച്ചു വിട്ട പോലെ തന്നെ കുറേ പശുക്കളയിൽ അയച്ചു വിട്ടിന് കണ്ടോ. പശുക്കളയിൽ അയച്ചു വിട്ടിട്ടുണ്ട്. ഇത് അവർ വൈകുന്നേരം ആകുമ്പോൾ അവരെ വീട്ടിലേക്ക് വരുന്നതാണ്. വീട്ടിലേക്ക് വരുന്ന കണ്ടോ, അങ്ങന്ന് വരുന്നുണ്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ കുറേ ആൾക്കാർ അങ്ങ് പോയി കഴിഞ്ഞു.
ഒരുപാട് ഫുഡ് ഫുഡ് കോർണർ അതുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പം ഇവിടെ ബസ്സിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ കണ്ടതാണ് കുറേ പശുക്കൾ, കുറേ നായ്ക്കളില്ലേ ഒക്കെ കണ്ടേ. ഈ നായ്ക്കളെല്ലാം ഈ ഹോട്ടലിൻ്റെ സൈഡിലാണ്, കാരണം അവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമല്ലോ. അപ്പോൾ നിരവധി നായ്ക്കളുണ്ട് ഹോട്ടലിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ടുള്ളത്. ഫുഡ് ഇത് ഞങ്ങൾ ഇത് എന്താ പറയുക, ബാഗ ബീച്ചിലേക്ക് വന്ന വിദേശികളായാലും സ്വദേശികളായി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഇതാണ്. അപ്പോൾ അവരുടെ ഇതാണ് അവരെ വാഹനം നിർത്തിയിട്ടാണ്. നമ്മളെ വാഹനത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? പൗലോ.